ഇന്നിവിടെ നിൽക്കുമ്പോൾ ഒത്തിരിയേറെ വിഷമത്തോടു കൂടിയാണ് നിൽക്കുന്നത്. കാരണം ഞാൻ തിയോളജി തേർഡ് ഇയർ ബ്രദറാണ്. ഞങ്ങളിവിടെ വന്ന സമയം തൊട്ട് 3 വർഷമായി ഞാനിവിടെ ആയിരിക്കുന്നത്. ഈ 3 വർഷത്തെ കാലം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു അച്ഛനാണ് ജോമോനച്ഛൻ. ജോമോനച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഒത്തിരിയേറെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ ആയിരിക്കുന്നത്. പക്ഷേ ഈ നിമിഷം ഞങ്ങൾ ഒത്തിരിയേറെ വിഷമത്തിലായിരുന്നു. കാരണം അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അച്ഛൻ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഒരു വൈബാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. അച്ഛനെ ഞങ്ങൾ വന്ന കാലം തൊട്ട് ഞങ്ങളുടെ ഇവിടുത്തെ പ്രൊക്കുറേറ്റർ ആയിരുന്നു, ഞങ്ങളുടെ എക്കണോമി ആയിരുന്നു. അതുപോലെ തന്നെ അച്ഛൻ്റെ അവസാന നിമിഷം അച്ഛൻ എന്നെയാണ് അവസാനമായിട്ട് വിളിച്ചത്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഗ്യാതറിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ട്രെയിനിൽ വെച്ച് അച്ഛൻ എന്നെ വിളിച്ചു. പക്ഷേ എനിക്ക് അന്നേരം കോൾ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പം അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ എന്തായിരുന്നു വിളിച്ചതെന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു ഒരു ബ്രദറിനെ കിട്ടാൻ വേണ്ടി വിളിച്ചതാണ്, വേറെ കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞാനൊരു ഇൻസിഡൻറ്റ് അറിയുന്നത്. അച്ഛൻ പെട്ടെന്ന് പൾസ് ലോ ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ അറിയാമായിരിക്കാം ജോമോനച്ഛൻ ആരാന്ന്. ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ കൊണ്ട് ഹൃദയം ശസ്ത്രക്രിയ ചെയ്ത് ഹൃദയം മാറ്റിവെച്ച ഒരു അച്ഛനാണ്. അപ്പോൾ അച്ഛനിപ്പോൾ 1 വർഷം കഴിഞ്ഞ് ഹൃദയം മാറ്റിവെച്ച ശേഷം അപ്പോൾ അച്ഛന് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഈ ഇടയ്ക്കൊക്കെ അച്ഛൻ്റെ പൾസൊക്കെ ലോ ആയിരുന്നു. പക്ഷേ എന്തായാലും ദൈവകൃപ കൊണ്ട് അച്ഛന് ഒത്തിരിയേറെ മാറ്റങ്ങളൊക്കെ സംഭവിച്ച് അച്ഛൻ പുരോഗമതിയിലായിരുന്നു. പിന്നീടാണ് ഈ ഇടയ്ക്ക് പെട്ടെന്ന് പൾസ് ലോ ആവുകയാണ്. അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് 2 കുട്ടികൾ വന്നിരുന്നു, അച്ഛൻ്റെ ശുശ്രൂഷിച്ചവരാണ്. അപ്പോൾ അവർ വന്ന ശേഷം അവരെയും കൊണ്ട് അച്ഛനെ ഈ സ്ഥലമെല്ലാം ചുറ്റി കാണിച്ച് തിരിച്ച് ഞങ്ങളുടെ ആശ്രമത്തിലെ ഞങ്ങളുടെ ഷട്ടിൽ കോട്ടിലെത്തി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഷട്ടിൽ കോട്ട് എന്ന് പറഞ്ഞു. അപ്പം തന്നെ പെട്ടെന്ന് അച്ഛന് തലകറക്കമാണ് ഉണ്ടായത്. അച്ഛൻ തലകറങ്ങി അവിടെ ഇരുന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് അച്ഛനെ കൊണ്ടുപോയി. പക്ഷേ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ അവർ പറഞ്ഞു പൾസ് ഓൾറെഡി ഡൗൺ ആണ്, നമുക്ക് കിട്ടാനായിട്ട് ചാൻസ് കുറവാണെന്ന് പറയും. പക്ഷേ എങ്കിലും ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അച്ഛന് തിരിച്ചു വരും. കാരണം അത്രമേൽ അച്ഛന് കുറച്ച് ബോധ്യമുള്ള ആളായിരുന്നു, കുറച്ച് ധൈര്യമുള്ള ആളായിരുന്നു. പക്ഷേ അവസാന നിമിഷമായപ്പോഴും ഡോക്ടേഴ്സിന് നമ്മൾ രക്ഷിക്കാൻ പറ്റുന്ന അത്രയും ശ്രമിച്ചു. പക്ഷേ അവസാന നിമിഷമായപ്പോൾ ഞങ്ങൾക്ക് അച്ഛനെ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. കേണം സാധാരണ ഒരാൾക്ക് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ആൾ പെട്ടെന്ന് ഡൗൺ ആയിപ്പോകും. ഇപ്പം നമ്മൾക്കൊരു ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ക്യാൻസറിനോട് മല്ലിടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ പെട്ടെന്ന് ഡൗൺ ആവും. പക്ഷേ അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛനെ ഏറ്റവും കൂടുതൽ ശക്തിയായിട്ട് നിന്നത് ദിവ്യകാരുണ്യമായിരുന്നു. വിശുദ്ധ കുർബാനയിൽ എന്നും ആശ്രയിച്ചിരുന്ന വ്യക്തിയാണ് അച്ഛൻ. അപ്പോൾ അച്ഛന് എപ്പോഴും വിശ്വാസം ഉണ്ടായിരുന്നു ദൈവം തന്നെ തിരിച്ച് കൊണ്ടുവരും, തൻ്റെ ഈ ജീവിതം എനിക്ക് തിരിച്ചു നൽകുന്നത്. അപ്പോൾ അച്ഛൻ എപ്പോഴും ഞങ്ങളോടത് പറയുമായിരുന്നു. അപ്പോൾ അച്ഛൻ ആ ദിവസങ്ങളിൽ ആദ്യമൊക്കെ അച്ഛൻ കുറച്ച് ഡൗൺ ആയിരുന്നെങ്കിലും പക്ഷേ അച്ഛൻ്റെ ആരോഗ്യം നമുക്ക് കാണുമ്പോഴേക്കും ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമൊക്കെ തോന്നിയിട്ടുണ്ട്. അച്ഛൻ ഭയങ്കര മെലിഞ്ഞൊക്കെ ഇരുന്നത്. പിന്നീട് അച്ഛൻ ഭയങ്കര ആരോഗ്യം തിരിച്ചു വന്നപ്പോൾ ഒത്തിരിയേറെ ഞങ്ങൾ സന്തോഷിച്ചു. അച്ഛൻ കൂടെ ഉണ്ടായിരുന്ന നിമിഷം അച്ഛൻ ഞങ്ങളുടെ കൂടെ പഴയ പോലെ ആക്റ്റീവായിട്ട് വന്നു. അപ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ചു കൊണ്ടിരുന്ന ജീവിതമായിരുന്നു. അപ്പം ഏറ്റവും കൂടുതൽ ദൈവത്തോട് കൂടി ചേർന്നിരുന്ന ദൈവത്തിന് വേണ്ടിയിട്ടാണ് തൻ്റെ ഹൃദയം ഇടിക്കുന്നതെന്ന് അച്ഛൻ പറയാറുണ്ടായിരുന്നു. കാരണം വേറൊരാളുടെ ഹൃദയമാണ് തനിക്ക് കിട്ടിയത്, വേറൊരു മതത്തിൽപ്പെട്ട ഒരാളുടെ ഹൃദയമാണ് തനിക്ക് കിട്ടിയത്. പക്ഷേ എന്നാൽ ഇതിലൂടെ എൻ്റെ ക്രിസ്തുവാണ് ജീവിക്കുന്നതെന്ന് അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ വിഷമമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ അതൊക്കെ പെട്ടെന്ന് തന്നെ അച്ഛന് അതിൽ നിന്നൊക്കെ റിക്കവർ ആകാനായിട്ട് ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട്.